നമസ്തേ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാറ്റഗറി 4 കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആപ്കാ ബണ്ടി ഉപന്യാസ് കി ലേഖിക കോൺ ഹെ? ആപ്കാ ബണ്ടി ഉപന്യാസിൻ്റെ ലേഖിക ഓപ്ഷൻസ് ആർ ഉഷ പ്രേംവദ, മന്നു ഭണ്ഡാരി, കൃഷ്ണ സോപതി, മമത കാലിയ. ആപ്കാ ബണ്ടി ആരായിരുന്നു? ഒരു ചെറിയ കുട്ടിയുടെ ഒരു വേദനകൾ പറയുന്ന ഒരു ഉപന്യാസമായിരുന്നു. അത് എഴുതിയത് ആരാണ്? മന്നു ഭണ്ഡാരിയാണ്. അവർ റീസെൻ്റ്ലി ആണ് അവരുടെ മരണം ഉണ്ടായത്. അപ്പം ആപ്കാ ബണ്ടി അതിൻ്റെ ഒരു കഥാനക് എന്ന് പറഞ്ഞാൽ എന്താ? ബച്പൻ സേ ഹി ആപ്കാ ബണ്ടി ഉപന്യാസ് കാ ഖത്യ शादीशुदा पति पत्नी की यानी तलाकशुदा पति पत्नी की संतान की समस्യ. അവരുടെ തലാക്കായി കഴിഞ്ഞ തലാക്കാവെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ചിട്ടാണ് ആപ്കാ ബണ്ടി. और उस दाम्पत्य संबंध का विकटन विकल्प वो सब है. आपका बंडी मन्नू भंडारी द्वारा रचित एक बाल मनोवैज्ञानिक उपन्यास है. ഇതിൻ്റെ ബാൽ മനോവൈജ്ഞാനിക് ഉപന്യാസമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാന്തോ തലേ ഉംഗ്ലി ദബാന. ദാന്തോ തലേ ഉംഗ്ലി ദബാന എന്ന മുഹാവരേക്ക സഹി അർത്ഥ ക്യാ ഹെ? ആ ഒരു ഇഡിയംസിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് ആർ സോച്ച് വിചാർ കർണ, പീഡാ സഹന, ഹെറാൻ രഹജാന, ലജ്ജിത് ഹോന. ഇതിലേതാണ്? ഹെറാൻ രഹജാനയാണ് ദാത്തോ തലേ ഉംഗ്ലി ദബാന എന്ന മുഹാവര എന്ന് പറഞ്ഞാൽ അറിയാലോ, വേർഡ് വൈസ് മീനിങ് ആയിരിക്കില്ല, അത് വേറൊരു അർത്ഥം ഇന്നർ മീനിങ് ആയിരിക്കും മുഹാവരയിൽ ഉണ്ടാവുക. അതൊരു സെൻറ്റൻസിൽ അടങ്ങിയിരിക്കുന്നതാണ് മുഹാവര. അഗ്ല സവാൽ. അയോധ്യ സിംഗ് ഉപാധ്യായ് അരിയോദ് കി രചന കോൺസി ഹെ? അയോധ്യ സിംഗ് അരിയോദിൻ്റെ ഏതാണ് രചന? ഓപ്ഷൻ ഹെ ലഹർ, ഝർണ, പ്രിയപ്രവാസ്, കാമായിനി. ഇതിലേതാണ് അയോധ്യ സിംഗ് ഉപാധ്യായിൻ്റെ? ഓപ്ഷൻ സി പ്രിയപ്രവാസ് ആണ് അയോധ്യ സിംഗ് ഉപാധ്യായ് ജിക്ക് രചന. അപ്പം അതിൽ പ്രിയപ്രവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയപ്രവാസ് ഹിന്ദി की एक प्रमुख काव्य रचना है. हरियोद जी को काव्य प्रतिष्ठा प्रियप्रवास से मिली. ഹരിയോദ് അദ്ദേഹത്തിന് ഒരു പ്രശസ്തി കിട്ടിയ ഒരു രചന കൂടിയാണിത്. ഇൻകാ രചനാകാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 99 से सन 1913 है. 99 മുതൽ 1930 വരെയാണ് അതിൻ്റെ രചനാകാൽ. ഈ ഖടി ബോലി കാ പ്രഥം മഹാകാവ്യ ഹെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രിയപ്രവാസ് ഖടി ബോലി ഹിന്ദിയിലെ പ്രഥം മഹാകാവ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്ത അതിലുള്ള ഓപ്ഷൻസ് പറഞ്ഞ പ്രകാരമുള്ള നമുക്ക് നോക്കാം. ലഹർ പറഞ്ഞിരുന്നു. ലഹർ ആരതാണ്? ലഹർ ജയശങ്കർ പ്രസാദ് കാ കവിതാ സംഗ്രഹ്. ലഹറിന് മറ്റൊരു കൂടിയുണ്ട്. ലഹർ ജയശങ്കർ പ്രസാദിൻ്റെ ഒരു കവിതാ സംഗ്രഹമാണ്. ജിൻകാ പ്രകാശൻ സൻ 1935 ഈസ്വി മേ ഭാരതി ഭണ്ഡാർ ഇലഹാബാദ് സെ ഹുവ. അതുപോലെ തന്നെ ഇത് കവിതാ സംഗ്രഹമാണ് ലഹർ. ഇനി നിങ്ങളോട് എങ്ങാനും ഉപന്യാസ ഗണത്തിൽ ചോദിക്കുകയാണെങ്കിൽ ലഹർ ഒരു ഉപന്യാസം കൂടി ഉണ്ട്. അധികം കേട്ടിട്ടില്ലാത്ത ഒരു രചയിതാവാണ്. लहर एक उपन्यास है जिसकी रचना फरासत जौहरी द्वारा की है. फरासत जौहरी, ओके. ये पुस्तक हिंदी में लिखी गई है. ഒരു ഉപന്യാസമാണ്. 1940 में ഇത് പ്രകാശിത് ഹുയി. ഓക്കെ, അപ്പോൾ അതൊരു ഉപന്യാസം കൂടിയാണ്. അധികവും നമ്മുടെ ജയശങ്കർ പ്രസാദിൻ്റെ കാവ്യവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക, പക്ഷെ എങ്ങാനും വന്നാൽ. അഗ്ല സവാൽ. इकोनॉमिक्स का पारिभाषिक शब्द. ഏതാണ് ഇക്കണോമിക്സിൻ്റെ പാരിഭാഷിക് ശബ്ദ്? ഓപ്ഷൻ ഹെ അർത്ഥവ്യവസ്ഥ, ആർത്തിക് വ്യവസ്ഥ, ആർത്തിക്, അർത്ഥശാസ്ത്ര. അതിലേതാണ്? ഓപ്ഷൻ ഡി അർത്ഥശാസ്ത്രമാണ് ഇക്കണോമിക്സിൻ്റെ പാരിഭാഷിക് ശബ്ദ്. അഗ്ല സവാൽ. സ്കന്ദഗുപ്ത് നാടക് മേ കിത്തനെ അങ്ക് ഹെ? സ്കന്ദഗുപ്ത് നാടകിലെ എത്ര ഭാഗങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. സ്കന്ദഗുപ്ത് നാടകിൽ എത്ര? ഓപ്ഷൻ ഹെ 6, 4, 3, 5. ഏതാണ്? 5. ഓപ്ഷൻ ഡി 5 ആണ് ഉത്തരം. അപ്പോൾ സ്കന്ദഗുപ്ത एक ऐतिहासिक पृष्ठभूमि पर आधारित नाटक ആണ്. और ये विख्यात हिंदी लेखक और कवि जयशंकर प्रसाद जी की रचना है स्कंदगुप्त. ओके. अगला सवाल. पृथ्वीराज रासो के रचयिता कौन है? പൃഥ്വിരാജ് രാസോന്റെ രചയിത ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഹെ മധുകർ കവി, ചന്ദ്ര ബർദായി,
നല്ല സിംഗ് ജഗ്നിക്. ഇതിൽ ആരാണ് പൃഥ്വിരാജ് രാസോ എഴുതിയത്? ഓപ്ഷൻ ബി ചന്ദ്രബർദായി. അപ്പോൾ പൃഥ്വിരാജ് രാസോനെ കുറിച്ച് നമുക്ക് നോക്കാം. पृथ्वीराज रासो हिंदी भाषा में लिखा एक महाकाव्य ആണ് जिनमें सम्राट पृथ्वीराज चौहान के जीवन और चरित्र का वर्णन किया है. पृथ्वीराज रासोल इनके रचयिता ചന്ദ്രബർദായി. ചന്ദ്രബർദായി ആണ് ഇത് എഴുതിയത്. അതാരാണായിരുന്നു ചന്ദ്രബർദായി? പൃഥ്വിരാജ് എന്ന രാജാവിന്റെ ബച്പൻ കെ മിത്ര और उनके राजकवि थे. അദ്ദേഹത്തിന്റെ രാജകവി കൂടിയായിരുന്നു. और उनकी युद्ध यात्राओं के समय वीर रस की कविताओं से सेना को प्रोत्साहित भी करते हैं. അപ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഈ കവിയും കൂടെ ഉണ്ടാവും. എന്തിനാ കൂടെ ഉണ്ടാവുന്നത്? സേനകൾക്കൊക്കെ അവരുടെ ആ സേനകൾക്കൊക്കെ എന്ത് കൊടുക്കാൻ വേണ്ടി? പ്രോത്സാഹനം, മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പൃഥ്വിരാജ് കൂടെ ആരുണ്ടാവുന്നത്? ചന്ദ്രബർദായി ഉണ്ടാവുന്നത്. अब अगला सवाल देखें. इसमें हरिवंश राय बच्चन का विशेष संबंध किससे था? കുറച്ച് വാദം തന്നിട്ടുണ്ട്. അതിലേതാണ് ഹരിവംശ റായ് ബച്ചൻ ജി അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? പ്രഗതിവാദ്, പ്രയോഗവാദ്, ഹാലാവാദ്, ഛായാവാദ്. ഓഫ്കോഴ്സ് നമുക്കറിയാം ഏതാണ്? ഹാലാവാദാണ്. ഇനി എന്താണ് ഈ ഹാലാവാദ് സാഹിത്യം നോക്കാം നമുക്ക്. ഹാലാവാദ് സാഹിത്യ വിശേഷത काव्य की वो प्रवृत्ति या धारा है जिसमें हाला या मदिरा को, मदिरा हाला എന്ന് പറഞ്ഞാൽ മദിര, അതായത് എന്താണ്? ഇത് സ്പിരിറ്റ്, ഡ്രിങ്ക്, കള്ള്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മദിരാക്കോ വർണ്ണ വിഷയം മാൻകർ കാവ്യ രചന ഹുയി ഹെ. അതിനാണ് അവർ ഇമ്പോർട്ടൻസ്. സാഹിത്യക്ക് ഇസ് ധാര കാ ആധാർ ഉമർ ഖയാം കി റുബായിയാൻ രഹി ഹെ. ഉമർ ഖയാമിൻ്റെ റുബായ എന്ന് പറഞ്ഞാൽ ആ ഉറുദുവിലുള്ള കവിതകളെയാണ്. അതിലൂടെയാണ് ഈ ഒരു ധാരയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഇനി ഉമർ ഖയാം ആരാ നോക്കാം. ഉമർ ഖയാം एक जाने माने പാർസി കവിത്തെ, അതൊരു ഫാർസി കവിയായിരുന്നു. സാധ്യക്ക് ദാർശനികനായിരുന്നു, അതുപോലെ ഗണിതജ്ഞനായിരുന്നു, അതുപോലെ ജ്യോതിഷ് അറിയുന്ന ആളായിരുന്നു. ഉൻക ദർശൻ കവോ പിയോ ഓർ മോജ് കറോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം, ജീവിത ദർശനം, ഫിലോസഫി എന്തായിരുന്നു? ഖാവൂ, ഭക്ഷണം കഴിക്കൂ, കുടിക്കൂ, അതുപോലെ മോജ് കറോ, എൻജോയ് കറോ. ഈ വിചാരധാരയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റുബായികളിലൊക്കെ ഇത് പ്രതിഫലിച്ചു കാണും. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഹാലാവാദ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഉമർ ഖയാം കി റുബായിയ ഹരിവംശ് റായ് ബച്ചൻ കി ഏക്ക് കൃതിയാണ്. അദ്ദേഹം എഴുതിയൊരു കൃതി തന്നെ എന്താണ്? ഉമർ ഖയാം കി റുബായിയാം എന്നുള്ളൊരു കൃതി തന്നെ ഹരിവംശ് റായ് ബച്ചൻ എഴുതിയിട്ടുണ്ട്. അഗ്ലാ സവാൽ. ഗില്ലു മഹാദേവി വർമ്മ കെ കിസ് സംഗ്രഹ മേ സംഗ്രഹിത് രേഖാചിത്ര ഹെ. ഗില്ലു എന്ന് പറയുന്നത് മഹാദേവി വർമ്മയുടെ ഏത് സംഗ്രഹത്തിൽ അടങ്ങിയ ഒരു രേഖാചിത്രമാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഹെ ജംഗൽ കെ ജീവ്, ബൂന്ദ് ഓർ സമുദ്ര, മേരാ പരിവാർ, ആത്മനിരീക്ഷൻ. ഇതിലേതാണ്? ഓപ്ഷൻ സി മേരാ പരിവാറിലാണ് ഗില്ലു എന്ന് പറഞ്ഞ ആ ഒരു രേഖാചിത്രം ഉള്ളത്. അപ്പം മഹാദേവി വർമ്മ ഗില്ലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗില്ലു പാട് സാറ് लेखिका ने अपने जीवन के उस पड़ाव का वर्णन किया है जहां उन्होंने एक गिलहरी के बच्चे को, गिलहरी പറഞ്ഞ എന്താണ്? ആൺകുട്ടി, അതിനെ കൗവേസെ ബച്ചായ, കാക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഉസെ അപ്നെ ഘർ മേ രഖാത്ത, വീട്ടിൽ വെച്ചു. ലേഖിക ने उस गिलहरी के बच्चे का नाम गिल्लू रखा. അങ്ങനെയുള്ള രേഖാചിത്രമാണ് ഗില്ലു. ഓക്കെ, മഹാദേവി വർമ്മ ഇതേപോലെ കുറേ രേഖാചിത്രം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണിത്. अगला सवाल. इसमें कर्मवाच्य का सही रूप कौन सा है? കർമ്മവാച്യത്തിൻ്റെ സഹി രൂപ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം ഓപ്ഷൻ നോക്കാം. രാമുനെ കഹാനി ലിഖി ഗയി, രാമു കഹാനി ലിഖാ ഗയ, രാമു സേ കഹാനി ലിഖി ഗയി, രാമു സേ കഹാനി ലിഖാ ഗയ. അപ്പം ഏതാണ് ഇതിലെ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, രാമൂസെ കഹാനി ലിഖി ഗയി. അപ്പം കർമ്മവാചി എന്ന് പറഞ്ഞാൽ കർമ്മിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനെയാണ് കർമ്മവാച്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് വാച്ചി? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വാച്ച് ക്രിയാക്കെ ഉസ് പരിവർത്തൻ കോ കഹത്തെ ഹെ. ക്രിയയുടെ ഒരു രൂപമാറ്റമാണ് ഇവിടെ വാച്ച്. ഏത് രൂപമാറ്റം? ജിസ്കെ ദ്വാര ഇസ് ബാത് കാ പതാ ചൽത്താ ഹെ കി വാക്യ കെ അന്തർഗത് കർത്ത, कर्म या भाव में
കിസ്കി പ്രധാനത, അതായത് പെഹ്ചാൻ ഹെ എന്ന്. അതായത് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഉസ്മേ ക്യാ ഹോത്താ ഹെ, കർത്താ ഹോത്താ ഹെ, കർമ്മ ഹോത്താ ഹെ, ക്രിയ ഹോത്താ ഹെ. അപ്പോൾ ഒരു സെന്റൻസിൽ കർത്താവാണോ ഇമ്പോർട്ടന്റ്, കർമ്മമാണോ യാ ഭാവ്, ഏതാണ് എന്നുള്ളതാണ് വാച്ചിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. इससे ये स्पष्ट होता है कि वाक्य में इस्तेमाल क्रिया के, വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയയുടെ ലിംഗ് വചൻ തഥാ പുരുഷ് കർത്ത കർമ്മ യാ ഭാവ് മേ സേ കിസ്കെ അനുസാർ, ഏതിനനുസരിച്ചിട്ടാണ് അതിൽ തന്നിരിക്കുന്ന ക്രിയ സങ്കേത് കർത്തേ എന്നറിയാനാണ് വാച്ച്. ഓക്കെ, അപ്പൊ ഇതിൽ രാമോസെ കഹാനി, രാമുവിനാൽ കഹാനി എഴുതപ്പെടുന്നു. അപ്പൊ ഈ കർമ്മവാചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ക്രിയ എന്തായിരിക്കണം, സകർമ്മകമായിരിക്കണം, അതായത് കർമ്മം ഉള്ളതായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് എഴുതിയാലാണല്ലോ അവിടെ കർമ്മം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുന്നത് സകർമ്മകാണ്, നോക്കുക, ഇരിക്കുക, ഇതൊക്കെ എന്താണ്, അകർമ്മകാണ്. അകർമ്മ ക്രിയ ഭാവവാച്ചിലാണ് വരിക. ഓക്കെ, കർത്തവാച്ചില് അകർമ്മകം വരും, സകർമ്മകം വരും. പക്ഷെ അത് കർത്താവിനനുസരിച്ചായിരിക്കും ക്രിയയുടെ ലിംഗ് വചൻ. ഇവിടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. രാമു ആണ്, പുല്ലിംഗമാണ്, പക്ഷേ ക്രിയ എന്താണ്, ലിഖി ഗൈ ആണ് ഉത്തരത്തിൽ വന്നത്. എന്തുകൊണ്ടാണ് ലിഖി ഗൈ വന്നത്? കാരണം കഹാനി എന്താണ്, സ്ത്രീലിംഗമാണ്. കഹാനിയാണ് ഇവിടുത്തെ കർമ്മം. അപ്പൊ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് വന്നത്, നമ്മുടെ ക്രിയയും സ്ത്രീലിംഗമായി. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത്യന്ത ശബ്ദ് കിസ് പ്രകാർ ബനാ ഹെ, അത്യന്ത ശബ്ദ് ഏത് രീതിയിലാണ് വന്നതെന്ന്. അദ ഓപ്ഷൻസ് ദേക്കോ. അദ പ്ലസ് അന്ത്, അത്യ പ്ലസ് അന്ത്, അത്യം പ്ലസ് ത, അതി പ്ലസ് അന്ത്. ഇതിലേതാണ്? ഓപ്ഷൻ ഡി, അതി പ്ലസ് അന്താണ് അത്യന്ത്. ഓക്കെ, अगला सवाल, मादक थी मोहमयी थी मन बहलाने की क्रीड़ा अब हृदय हिला देती है वे मधुर प्रेम की पीड़ा, ये पंक्तियां किसकी है? അപ്പോൾ ഇത് ആരുടേതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന, ഇത് ചോദിച്ചിരിക്കുന്നത് കിസ്കി ഹെ എന്നാണ്. അതായത് ആരെഴുതിയെന്നാണ്. ഇത് എഴുതിയത് ജയശങ്കർ പ്രസാദാണ്. പക്ഷേ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്, നമുക്ക് അതിൻ്റെ കവിതയുടെ പേരുകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അത് നോക്കാം. ഇതെല്ലാം ജയശങ്കർ പ്രസാദിൻ്റെയാണ്. കാമായിനി, ഝർണ, ആസു, ലഹർ. അപ്പോൾ അതിലേതാണ്? ആസു ആണ് ഈ വരികൾ, ആസുവിൽ നിന്നുള്ള വരികളാണ്. അപ്പോൾ ആസു എന്ന് പറഞ്ഞത് ജയശങ്കർ പ്രസാദ് സെ ലിഖിത് പ്രതീക് ഗീതാത്മക കാവ്യാണ്. ഒരു ഗീതാത്മക കാവ്യാണ് ആസു. ജിസ്കാ പ്രകാശൻ 1925, 1925 പ്രകാശിത്. സാഹിത്യ സദൻ ചിർഗാവ് മേ ഹുവാ ഹെ. ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ജയശങ്കർ പ്രസാദിൻ്റെ ദുഃഖഭരി കാവ്യാണ് ആസു. ഓക്കെ, अगला सवाल, उच्चारण स्थान की दृष्टि से जा की गणना किसके अंतर्गत है? ഉച്ചാരണ സ്ഥാനന്റെ ദൃഷ്ടിയിൽ ജ എന്ന് പറഞ്ഞ അക്ഷരം ഏത് ഗണത്തിലാണ് പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഹെ കണ്ഡ്യ, താലവ്യ, ദന്ത്യ, ഓഷ്ട്യ. ഇതിലേതാണ്? ഓപ്ഷൻ ബി, താലവ്യ. അപ്പം എന്താണ് ഈ ഉച്ചാരണ സ്ഥാനം നമുക്ക് നോക്കാം. മുഖ കെ ജിസ് ഭാഗ്, അതായത് മുഖത്തിന്റെ ഏതൊരു അവയവത്തിലാണോ उससे वर्ण का उच्चारण किया जाता है वो ഭാഗ് ഉസ് വർണ്ണ കാ ഉച്ചാരണ സ്ഥാനം എന്ന് പറയും. ഏതൊരു ഭാഗം ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ സ്പന്ദനം ഉണ്ടാവുന്നത്, അതിനെയാണ് ഉച്ചാരണ സ്ഥാനം എന്ന് പറയുന്നത്. ആ അക്ഷരത്തിന്റെ ഉച്ചാരണ സ്ഥാൻ മുഖ്യത ഏതൊക്കെയാണ്? കണ്ട്, മൂർധ, താലു കെ ഊപ്പരി ഭാഗ്, താലു മീൻസ് നാവിന്റെ തൊട്ടുമുകളിൽ, പിന്നെ താലു, ദന്ത് അതായത് ദാന്ത്, പിന്നെ ഓഷ്ട്, നാസിക, ഇതൊക്കെ. അപ്പോൾ ഉച്ചാരണ സ്ഥാൻ കെ ആധാൻ പർ സബി വർണ്ണോ കാ വർഗീകരൺ കിയാ ഹെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ അക്ഷരങ്ങളുടെ വിഘടനം നമുക്ക് നോക്കാം. കണ്ടിൽ വരുന്നത് ഏതാണ്? ജിൻകാ ഉച്ചാരൺ ഖണ്ഡ് സേ ഹോ വേ കണ്ഡ് വർണ്ണ ഹെ. അത് ഏതൊക്കെയാണ്? അ, ആ, ക, വർഗ്, വിസർഗ് തഥാ ഹ. ഇതൊക്കെ ഏതാണ്? കണ്ടിൽ വരുന്ന കേട്ടോ. പിന്നെ താലവ്യ ഏതാണ്? ജിൻകാ ഉച്ചാരൺ മുള്ള്, താലു സേ ഹി താലവ്യ വർണ്ണ, ജैसे വർഗ് യാ തഥാ ഷ, യായും അതുപോലെ ഷ. പിന്നെ യരാലാവ ഷാഷാസഹ. പിന്നെ മൂർധന്യ, ജിൻകാ ഉച്ചാരൺ മൂർധാസേഹ്, മൂർധ നമ്മുടെ മുകളിലേക്കായിട്ടുള്ള, ജैसे ഠ വർഗ് രാ തഥാ ഷ, രായും ഷായും. ഓക്കെ,
പിന്നെ ദന്ത്യ, ദന്തില് जिनका उच्चारण दांत से है और ഉച്ചാരൺ താ വർഗും ലാ ഓർ സെ. ലാ വർഗം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ലാ ലാ പറയുമ്പോൾ ദന്ത്യാണ്. ഓക്കെ. പിന്നെ ഓഷ്ടില് ജിൻക ഉച്ചാരൺ ഓണ്ട് സെ, ലിപ്പുമായിട്ട് ഉള്ളത് ഉ ഊ തദ പാ വർഗ് പ ഭ ഭ ഭ മ, ഓഷ്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് അനുനാസിക്. അനുനാസിക്കില് ജിൻക ഉച്ചാരൺ മുഖ് ഓർ നാക്ക് സേ, നാക്കിനോട് ബന്ധപ്പെട്ട്. ജിൻക പഞ്ചമാക്ഷർ ഏതൊക്കെയാ? ങ, ஞ, ണ, ന, മ. ഇതൊക്കെ അൻസാർ, ചന്ദ്രബിന്ദു. ഓക്കെ, ഇതൊക്കെ അനുനാസിക്. പിന്നെ കണ്ട് വരുന്നതോ താലവി ജിൻക ഉച്ചാരൺ കണ്ട് ഓർ താലു സേ ഹെ വേ കണ്ട് താലവി ഹെ. ജैसे എ और ഐ, എ തഥാ ഐ. പിന്നെ വരുന്നത് കണ്ടോഷ്ട് പറയുന്നുണ്ട്. ജിൻക ഉച്ചാരൺ കണ്ട് ഓർ ഓഷ്ട് സേ ഹെ വേ കണ്ടോഷ്ട്, അതായത് ഓ തഥാ ഔ. പിന്നെ ദന്തോഷ്ട് വരുന്നുണ്ട്. ജിസ്ക ഉച്ചാരൺ ദന്ത് ഓർ ഓഷ്ട് സേ ഹെ വേ ദന്തോഷ്ട്, അതായത് വ, വ എന്നുള്ള അക്ഷരം. ഓക്കെ. അഗ്ലാ സവാൽ. ബീജക് മേ കബീർദാസ് കെ ദോഹെ കിസ് ഭാഗ് മേ സങ്കലിത് ഹെ. ബീജകാണ് കബീർദാസിന്റെ മുഴുവൻ ദോഹകളുടെ സങ്കലനം. അത് ഏതിലാണ്? അപ്പോൾ ഓപ്ഷൻസ് എ സബദ്, രമൈനി, സാക്കി. ഇസ്മേ സെ കോയി നെയ്. ഉത്തർ ക്യാ ഹെ? സാക്കി. സാക്കി. ഓപ്ഷൻ സി സാക്കി. അപ്പോൾ ബീജകിനെ കുറിച്ച് നമുക്ക് നോക്കാം. बीजक कबीर साहब की मुख्य प्रामाणिक कृतियों में से एक मानी जाती है. इस कृति को കബീർ പന്ത് की പവിത്ര പുസ്തക് മാനി ജാതി ഹെ. കബീർ ദാസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദോഹകളും പദമൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഈ ബീജകം. ഇതിൽ രമൈനി ശബ്ദ്, സാക്കി, സബദ്, രമൈനി എന്നുള്ള 3 വിഭാഗത്തിലാണുള്ളത്. അതിൽ രമൈനി ശബ്ദ് കാ അർത്ഥ ഹെ സംസാർ മേ ജീവോ കെ രമൺ കാ വിവേചൻ, അതായത് ലോകത്തിലുള്ള മുഴുവൻ ജീവികളുടെയും ഡിഫറൻസിയേഷൻ. പിന്നെ സാക്കി ശബ്ദമാണെങ്കിലോ ഉസേ സംസ്കൃത് കെ സാക്ഷി സെ ആയാ ഹെ. സാക്ഷി ശബ്ദത്തിൽ നിന്നാണ് വന്നത്. ജിസ്ക അർത്ഥ ഹെ ഗവാഹ്, അതായത് സാക്ഷി, അതായത് തെളിവുള്ള എന്തെങ്കിലും ഒരു കാര്യം, പ്രൂഫ് എന്നുള്ള അർത്ഥത്തിൽ. സാക്കി മേ संत कबीर ने उन तथ्यों का वर्णन किया है जिसका अपने जीवन में स्वयं साक्षात्कार किया है. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രൂഫായിട്ട് കിട്ടിയത് പല കാര്യങ്ങൾക്കും, അതാണ് അദ്ദേഹം മുന്നിലെടുത്ത് ആ സാക്കിയിലിട്ടത്. और शब्द അതായത് സബദ്, शब्द का अर्थों में एक तो परम तत्व के अर्थ में और दूसरे पद के अर्थ में. പരം തത്വ അല്ലെങ്കിൽ പദ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സബദ് എന്നുള്ളത് ഉപയോഗിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ബീജക്.